ഹലോ ഗായ്സ്, വെൽക്കം അവർ ചാനൽ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തോരനാണ്. കുറേ നാളെ അമ്മയോട് ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നാണ് ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ സമയം കിട്ടിയത്. അപ്പോൾ നമുക്ക് ചിക്കൻ തോരൻ ആവശ്യമായിട്ട് നമുക്ക് എല്ലില്ലാത്ത ചിക്കൻ നോക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ നോക്കി എടുത്തിട്ടുണ്ട്. അവനെ നമ്മൾ സുന്ദരം കുട്ടപ്പനായി കുളിപ്പിച്ച് പെറുക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ ഒന്ന് മസാലയൊക്കെ തേച്ചെടുക്കണ്ടേ. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ടങ്ങ് മാറ്റി വെക്കാം. ചിക്കൻ സുന്ദരനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. കൂടെ നമ്മൾ ആദ്യം തേങ്ങ ചിരവിയത്, അതിൻ്റെ കൂടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല എന്നിവ കൂടെ ചേർക്കണം. അതെല്ലാം 1/4 ടീസ്പൂൺ വീതം വെച്ചാണ്. പിന്നെ നമ്മുടെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി എന്നിവയും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ മസാലക്കൂട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണം കേട്ടോ ചിക്കൻ തോരൻ വെക്കാനായിട്ട്. ബാക്കി അങ്ങോട്ട് ഇടനീളം നമുക്ക് ഈ സാധനം തന്നെ വേണം. കൂടെ തന്നെ നമുക്ക് വഴറ്റാനായിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ വേണ്ടേ. അതാണ് നമ്മുടെ സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില. ഇതിലെടുത്തേക്കുന്നത് ഇങ്ങനെയാണ്: ഒരു തക്കാളി, 3 സവാള, 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. അത്രയും കേട്ടോ ഇതിനുള്ള അളവ് വഴറ്റാനായിട്ട്. പിന്നെ നമ്മൾ ചട്ടി ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകിട്ടു. കടുകൊന്ന് പൊട്ടി വരുന്നോടം വരെ നമുക്കൊന്ന് കാത്തു നിൽക്കാം. അതിനുശേഷം വഴറ്റാനായിട്ട് നമുക്ക് നമ്മുടെ സവാളേനെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കൈ എടുക്കാണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ വഴറ്റി വരുമ്പോഴത്തേക്കും അതിനൊരു ബ്രൗണിഷ് കളറാകണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊടികളുണ്ട്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ ഗരം മസാല. ഇവയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള അത്രയും അളവിന് മാത്രം പൊടികൾ ചേർത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ നേരത്തെ അരപ്പിന് അത്രയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം മതി. ബാക്കിയുള്ള നമുക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളിയും നമ്മൾ പിന്നെ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളകും ഇല്ലേ, പച്ചമുളകൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാനായിട്ട്. അത് ഇളക്കി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് നമ്മുടെ കരിവേപ്പിലയില്ലേ, കരിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലായിരുന്നോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നമ്മൾ നേരത്തെ ചിക്കൻ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വേവിച്ച വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളവും കൂടി ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു കപ്പ് വെള്ളത്തോളം അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളവും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി എല്ലായിടത്തും യോജിപ്പിക്കാം. പിന്നെ മറന്നു പോകണ്ട കേട്ടോ, നേരത്തെ നമ്മൾ കുക്കറിലിട്ട് വെച്ച ചിക്കനില്ലേ, അതൊന്ന് 2 വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കണേ. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചത് ഞുള്ളി പറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലല്ലേ നമ്മുടെ ചിക്കൻ തോരനാവൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കൈവിടാണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ബാക്കി തയ്യാറാക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊന്നതൊന്ന് മൂടി വെക്കണം. നന്നായിട്ട് അരപ്പെല്ലാ ഭാഗത്തും പിടിക്കണം കേട്ടോ. അത് നമുക്കൊന്ന് ഇനി മൂടി വെക്കാം. ചിക്കൻ തോരൻ ആവി വരുമ്പോഴത്തേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നാലല്ലേ അതിനായിട്ടുള്ള ടേസ്റ്റും രുചിയെല്ലാം അങ്ങോട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കൈവിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അച്ചക്കൂട്ടന് കൊണ്ടേ കൊടുത്താലോ നമ്മുടെ ചിക്കൻ തോരൻ. ഈ ചിക്കൻ തോരൻ്റെ പ്രധാന രഹസ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചിക്കൻ തോരൻ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വെള്ളം നന്നായിട്ട് തോരണം കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രധാന ടേസ്റ്റ് എന്ന് പറഞ്ഞാലുള്ള സംഭവം. അപ്പോൾ നമ്മുടെ അച്ചക്കൂട്ടന് ഈ സംഭവം ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായിട്ടുണ്ട്. അച്ഛൻ ഈ സാധനം കണ്ടപ്പോൾ ക്രഷ് അടിച്ച് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.